എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസം ആയിക്കൊണ്ട് കുട്ടികളുടെ ഇവിടെ ആയിരുന്നപ്പോൾ എനിക്ക് രാമായണമൊന്നും വായിക്കാൻ പറ്റിയില്ല. അവിടെ ദിവസവും നമ്മൾ ഭക്ഷണ രീതിയൊക്കെ നോണും ഒക്കെ ആയിരുന്നല്ലോ. അതേസമയം ഇന്നലെ ഇവിടെ വന്നു. ഇനി നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ നമുക്ക് അവലംബിക്കാം. കർക്കിടക മാസം ആയിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ മത്സ്യമാംസമൊന്നും വാങ്ങാറില്ല. അപ്പോൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു മീനിൻ്റെ ഒരു ഒത്തിരി വേണമല്ലോ. അപ്പോൾ ഇന്ന് ഉണക്കമീനാകാമെന്ന് വിചാരിച്ചു. ഉണക്കയല ഒരു സ്പെഷ്യൽ രീതിയിൽ കറി വയ്ക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിൽ വീഡിയോ കണ്ടിട്ട് മുഴുവനായിട്ടും കാണണം. കണ്ടിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. നിങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ ലൈക്കും കമൻറ്റും ഒന്നും അടിക്കാറില്ല. അത് കാണുമ്പോഴല്ലേ ഒരു സന്തോഷം. അപ്പോൾ ഇന്നത്തെ മീൻകറിയിൽ ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതിലുണ്ട് പച്ചമുളക് കേട്ടോ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി, ഒരു തക്കാളി കാണിച്ചല്ലേ. ഇനിയും മീനിന് ആവശ്യമായ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇത് ഇത്രയാണ് ഇതിൽ. അപ്പം നമുക്ക് ഇന്ന് മീൻചട്ടി വെച്ചു, കത്തിക്കട്ടെ. എന്ത് പറ്റി? ചട്ടി ചൂടാകട്ടെ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഇവിടെ വെച്ച് വെച്ചോ. വെളിച്ചെണ്ണയുടെ ഒക്കെ വിലയും വെളിച്ചെണ്ണയുടെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് മതി. ചട്ടി കാണുന്നുണ്ടല്ലേ. നമ്മുടെ ചട്ടി കണ്ടാൽ നിന്നോ. ചട്ടിയും ടീച്ചറേയും കൂടെ കണ്ടല്ലേ. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉലുവയും കൂടി ഇടാം. ഒരല്പം ഉലുവായിട്ട് ഉലുവ പൊട്ടട്ടെ. ഉലുവ പൊട്ടട്ടെ. ഉലുവ പൊട്ടട്ടെ കേട്ടോ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതൊക്കെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എടുക്കട്ടോ, മറന്നുപോയി.
കറിവേപ്പില ഇഷ്ടം പോലുണ്ട്. ഉലുവ കറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി പിന്നെ വേണ്ട, വെളുത്തുള്ളി കുറച്ച് മതി. വേറെ ഉലുവയെ മൂത്തുപോയാൽ കഴിക്കും. ഉലുവ മൂത്തുപോയാൽ കഴിക്കും. അതുകൊണ്ട് ഉലുവ കറക്കാൻ പാടില്ല. ചെറിയ മൂട്ടേ പാടുള്ളൂ. ഇഞ്ചി, ഇനി പച്ചമുളക് ഉണ്ടാക്കി കീറിയില്ല. ഇനി കയ്യേലേ എനിക്ക് കയ്യേൽ ഉറയൊന്നും വേണ്ട. മോള് നല്ല കട്ടിയുള്ള ഇത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്, ഫിംഗർ ക്യാപ്പ് ഒന്നും വേണ്ട. പക്ഷേ ഡയബറ്റിക് ഉള്ളതല്ലേ, അതുകൊണ്ട് അമ്മ മുറിയാൻ പാടില്ല. അതുകൊണ്ട് വിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ തക്കാളി അരിയിടാം. ഇതിനിടെ വല്ല പറയുന്നതിൽ വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം ടീച്ചർക്ക് ഇടയ്ക്ക് ഓർമ്മപ്രശ്നമൊക്കെ വന്നു തുടങ്ങി. ഇത് ചെറുതായിട്ടായിരിക്കില്ല. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ ഓർമ്മകളെ ഓർത്തു കരയുന്നു ഞാൻ, അതിൻ്റെ ഓളങ്ങളിൽ വീണലിഞ്ഞു പിടയുന്നു ഞാൻ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. ഇവിടെ കുറച്ച് ഉപ്പിടട്ടെ. ഇത് ഒന്ന് എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഉപ്പിടാം. ഇതൊന്ന് വഴന്നിട്ട് തക്കാളി ഒന്ന് വഴന്നിട്ട് പച്ചമുളക് എനിക്കെല്ലാം ഉണ്ടല്ലോ. ദേവദാരു പൂത്തകാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാ കൂടിത്തമ്മ നീ മറന്നുവോ. ദേവദാരു പൂത്തകാലം നീ മറന്നുവോ, പ്രിയേ ദേവതമാ കൂടിത്തമ്മ നീ മറന്നുവോ. ഒന്നുണ്ടാകട്ടെ. ദേവിയായി വന്നൊരെൻ്റെ സ്വപ്നലോകമേ, ദേവലോകമിന്നെനിക്കു നഷ്ടസ്വർഗമോ. ദേവിയായി വന്നൊരെൻ്റെ സ്വപ്നലോകമേ, ദേവലോകമിന്നെനിക്കു സ്വർഗമോ. കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. മഞ്ഞളയിൽ തങ്ങിയുന്ന തിങ്കളല്ലയോ പ്രിയേ, തമ്പുരുവിൽ തങ്ങിയുന്ന രാഗമല്ലയോ. മഞ്ഞളയിൽ തങ്ങിയുന്ന തിങ്കളല്ലയോ പ്രിയേ, തമ്പുരുവിൽ തങ്ങിയുന്ന. ഇത് നമുക്ക് ഈ പുളി, കുടംപുളി ഇതിലേക്കിടാം. ഞാൻ ഇടയ്ക്കൊക്കെ വല്ല ഒന്ന് മൂളുന്നത് പാട്ടായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കരുത്. എൻ്റെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ മൂളുകയാണ്. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ വേറൊരു ടീച്ചർ. അപ്പോൾ പാട്ട് പഠിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ
അന്ന് അന്നത്തെ കാലത്ത് പാട്ട് പഠിച്ചാൽ നമുക്കൊരു ജീവിതമാർഗ്ഗം, ഒരു ജോലി കിട്ടാൻ സാധ്യത കുറവായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് പിന്നെ പാട്ട് പഠിക്കാനായിട്ട് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും കുറവായിരുന്നു. എങ്ങനെയെങ്കിലും പഠിപ്പിച്ച ഉദ്യോഗസ്ഥയാക്കണം, കല്യാണം കഴിച്ചു കൊടുക്കണം, അതായിരുന്നു. അതുകൊണ്ട് പാട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാടും. അപ്പോൾ ഒരു പാട്ടായിട്ടൊന്നും ആരും ഗമിച്ചേക്കില്ല. ഇനി ഇന്നത്തെ ഉണക്ക അയലയാണ് ഞാൻ നിങ്ങളെ കാണിക്കാവുന്നത്. ഇന്നത്തെ ഉണക്കയല ഇതാണ്. ഉണ്ടോ? ഇത്രയും പോഷകമൂല്യമുള്ള നാരുകളടങ്ങിയ ഉണക്കയലയുടെയും പച്ചയലയുടെയും ഒക്കെ ഗുണത്തിനേക്കാൾ എത്രയോ 100 ഇരട്ടി ഗുണമുള്ളതാണ് ചേമ്പുന്നണ്ട്. ഈ ചേമ്പുന്നണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് മുടിയിലേക്ക് നമുക്കിടാം. ചേമ്പുന്നണ്ട് തോല് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തോലോടുകൂടി ഇടുന്നത് നല്ലതാണ്, കൂടുതൽ പോഷകമൂല്യമാണ്. പക്ഷെ ഞാൻ തോലങ്ങ് കളഞ്ഞു. ചൊറിയാത്ത ചേമ്പെടുക്കണം കേട്ടോ, ചൊറിയാത്ത ചേമ്പെടുക്കണം. അല്ലെ പിന്നെ ചൊറിയുന്ന ചേമ്പാണെങ്കിൽ അറിയാത്ത കുഞ്ഞ് ചൊറിയെന്ന് പറയും. അതന്നെ സംഭവം. ഒന്ന് വഴലട്ട്. കുട്ടികളടുത്തായിരിക്കുമ്പോൾ ഇതൊന്നും അറിയണ്ടല്ലോ. 4 നേരം പോയി ഇരുന്ന് കഴിക്കുക, സുഖമായിട്ട്. പേരക്കുട്ടികളൊക്കെ എന്താ, അവരൊക്കെ രാവിലെ അങ്ങ് പോകും. എന്നാലും കുട്ടികളെ ഞാൻ മറന്നുപോയി കറിവേപ്പില ഇടാൻ കേട്ടോ. ഇഷ്ടം പോലെ കറിവേപ്പിലയുണ്ട്. ഇത് ചെറിയ മകൻ്റെ അവിടുന്ന് ഇവിടുത്തേത് നമ്മൾ വരുമ്പോഴത്തേക്ക് മുഴുവൻ ഒടിഞ്ഞു പോയി. അപ്പോൾ ചെറിയ മകൻ്റെ വീട്ടിൽ നിന്ന് രജനി അവിടെ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, രജനി അവിടുന്ന് കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കിടക്കണം. പറയൂരിൽ മുഖരാത്ത പേരിൻ്റെ മധുരിമയങ്ങനെ വന്നു. പറയൂരിൽ കേൾക്കാത്ത രാഗത്തിൽ മധുരിമയങ്ങനെ വന്നു. പറയൂരിൽ ആരും കുറിക്കുന്ന മധുരിമയങ്ങനെ വന്നു. കരയിലെ ദുഃഖങ്ങൾ വജ്രശലാകയ പായുകയാണോ, പായുകയാണോ. അപ്പൊ ചേമ്പിൻ്റെ തണ്ട്, അതായത് നമ്മുടെ സങ്കല്പത്തിലെ അയല നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ്. എന്താ, അയലക്കാളിലൊക്കെ 100 ഇരട്ടി ഗുണവും രുചിയുമാണ്. അരവുകളിലെ അയലയുടെ അരവാണ് കേട്ടോ. ഇത് നല്ലോണം വഴന്ന് കഴിയുമ്പോൾ, അതൊക്കെ അവരവരുടെ ചോയ്സാണ്. നല്ലോണം വഴലണോ അതോ ഒരുവിധം വഴന്നാൽ മതിയോ അതോ വഴറ്റണോ? വഴറ്റാതെ പച്ചയ്ക്കും വയ്ക്കാം. എനിക്കിങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നു. നിങ്ങളിങ്ങനെ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആദ്യം തുടക്കത്തിലിട്ടിരുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായി, ഒരുപാട് ആൾക്കാർ കണ്ടു, നല്ല നല്ല കമൻസൊക്കെ ഇട്ടിരുന്നു. ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ചാനൽ തുടങ്ങി. ആ പുതുക്കത്തിൽ നീ ഈ പുളിവെള്ളവും കൂടെ അതിലോട്ടങ്ങ് ഒഴിക്കാം. പുളി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുടംപുളി ഇട്ടിട്ടുണ്ട്, നമ്മുടെ തക്കാളിയും ഇട്ടിട്ടുണ്ട്.
ഒരല്പം ഉപ്പിടാം, ഒരല്പം. കാവകാങ്കുലി ലാളനങ്ങൾ. നിങ്ങളാരും ടീച്ചറെ ഉപ്പ് പാത്രത്തിൽ കൈയിട്ട് ഉപ്പ് പാനെ പൊട്ടിക്കണ്ടെന്നൊന്നും പറയരുത് കേട്ടോ. എനിക്കിതൊക്കെ കൈ കൊണ്ടിട്ടാലേ ശരിയാകൂ. ഉണ്ടോ? അത്യാവശ്യം വഴന്നു. ആ പുളിവെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടെ അതൊന്ന് വേഗട്ടെ കേട്ടോ. അവിടെ ഒന്ന് വേഗട്ടെ. ഇനി ഇതിലേക്ക് ഒരിത്തിരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പക്ഷെങ്കിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ അരവിൽ അരച്ചിട്ടുണ്ട്. നാളികേരം, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, നാളികേരം, ഇതെല്ലാം കൂടെ അരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ വെള്ളത്തിലോട്ടൊന്ന് കലക്കാം. പുഷ്പമായി എന്നെ പൊതിയുന്ന ഒരു കർഷകൻ ഈ രീതിയിലേക്ക് നമ്മൾ ഈ അരവ് കലക്കി ഒഴിക്കുക. അരവ് കലക്കി ഒഴിക്കുക. ഞാൻ ഈ മിക്സർ ബൗൾ ഒന്ന് കഴുകിക്കൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ഒരു സൂപ്പിൻ്റെ പടം ഇട്ടിരുന്നു, വെണ്ടയ്ക്ക സൂപ്പിൻ്റെ. നല്ല സൂപ്പാണ് കേട്ടോ. പക്ഷേ എൻ്റെ ആ വീഡിയോ ഒത്തിരി ഒരു, കാരണം എനിക്ക് ഫോട്ടോഗ്രാഫറും ക്യാമറാമാനും ഒന്നുമില്ല കുട്ടികളെ, ഞാൻ തന്നെയല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ എനിക്ക് സ്റ്റാൻഡും ഒന്നുമില്ല. അപ്പം അത് കാരണം കൊണ്ട് ആ വീഡിയോ കുറേ നേരം ഇടയിലൊന്നും ആരും എന്നെ കാണാത്ത പോലെ തോന്നും. ഒന്നും കാണുന്നില്ല. കാരണം ഞാൻ എൻ്റെ ഫോണും കൈ പിടിച്ചുകൊണ്ടാണ് അതിലെ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കാനൊക്കെ പോയത്. അപ്പം പാവം ആ സൂപ്പിൻ്റെ സാധനങ്ങളെല്ലാം അതിനകത്ത് കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണുന്നേ ഇല്ല. ഇതാ കണ്ടല്ലോ, അല്ല ഒന്നാമത് അയലക്കറിയാണ് കേട്ടോ. വളരെ സ്പെഷ്യൽ രീതിയിൽ വെച്ച ഒരു അയലക്കറി. ഇനി ഞാനിതൊന്ന് നോക്കട്ടെ, എന്തൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കട്ടെ. എൻ്റെ പൊന്നു മക്കളെ, ഇതിൻ്റെ രുചി അപാരമാണ്. ഒരുപാട് വെള്ളം വേണ്ട. ഇതൊന്ന് തൊട്ട് കൂട്ടുന്ന കാര്യം. ഇനി ഇത് ഇവിടെ കിടന്ന് വേഗം. ഇനി ഇത് വെന്ത് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫാക്കാം. ഞാൻ ഈ വെന്ത് കുറുകി വരുന്നിടം വരെ ഒന്നും നിങ്ങളെ ഇത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി അത് അവിടെ കിടന്ന് വെന്ത് കുറുകുമ്പോൾ ഒരൽപ്പം പച്ചവെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിക്കും. ഒരു ഉള്ളു കറിവേപ്പിലയും കൂടെ വീണ്ടും ഇടും. ഇത്രയേ ഉള്ളൂ. സൂപ്പർ ഡൂപ്പർ ഉണക്ക അയലക്കറി. നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതവിടെ കിടന്ന് വേഗം. അല്പം മുളക് പൊടി കൂടെ വേണം ഇടാം. കാരണം നമ്മൾ 3 പച്ചമുളകല്ലേ ഇട്ടിട്ടുള്ളൂ. ഒരല്പം മുളക് പൊടി ഇല്ല. മീനല്ലേ, അപ്പോൾ അതിനൊരു രുചി വേണ്ട. നല്ലോണം തിളച്ച് കിടന്ന് വറ്റട്ടെ. ഈ ചേമ്പിൽ ഉപ്പും പുളി എല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ.
ഈ ചേമ്പിൻ്റെ കണ്ടില്ല. നിങ്ങളിങ്ങനെ വെച്ചിട്ടില്ലാത്തവർ കുറച്ച് പേരൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. വെച്ചിട്ടില്ലാത്തവർ ഇതൊന്ന് വെച്ച് കൂട്ടി നോക്കി, എന്താ ഒരു രുചി എന്നറിയാമല്ലോ. എത്ര പ്രാവശ്യം ഉപ്പ് നോക്കുന്നല്ലേ. ഇതിൻ്റെ രുചി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അരേ വാ, അവിടെ കണ്ട് വേഗം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ നന്നായിട്ട് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അത് പറയണം. വെയില ഒരു 10 മിനിറ്റ് മതി. ഇത് വെന്ത് കുറുകി ചെറിയ ചാറോടുകൂടി വരും. നല്ല ടേസ്റ്റായത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഒരുപാട് പോഷക സമ്പന്നമാണ്. പോഷകങ്ങളുടെ കലവറയാണ്, നാരുകളുടെ കലവറയാണ് ചെമ്മൻ തണ്ട്. ചെമ്മിൻ്റെ തണ്ട് ഇതോ നാരുകളുടെ കലവറയാണ്. ബാക്കി നാളെ ഞാൻ തോരൻ വയ്ക്കും. ഇന്ന് മീൻ വെച്ചു, നാളെ തോരൻ. വന്നതും ചേമ്പെല്ലാം തഴച്ച് വളർന്ന് നിൽപ്പുണ്ട്. എൻ്റെ അല്ലേ തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങി. തിളയ്ക്കാൻ തുടങ്ങി. ഒരു 10 മിനിറ്റ് കഷ്ടി മതി. ഇത് വെന്ത ആ പുളി ഉപ്പും എരിവും എല്ലാം കൂടെ പിടിച്ച് നല്ലൊരു കറിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് വെന്ത് കുറുകട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് എഡിറ്റിങ്ങും ഒന്നും അറിയില്ല. 1-2 പ്രാവശ്യം എഡിറ്റ് ചെയ്ത് നോക്കി. ആദ്യത്തെ അവസാനത്തെ നടുക്കൊക്കെ ആയിട്ട് മാറി. അതുകൊണ്ട് ഞാൻ ആ പ്രയത്നം ഒന്ന് നിർത്തിവെച്ചു. ഇതായിട്ടൊന്ന് ഉള്ള കാര്യങ്ങളൊക്കെ മതി നമുക്കല്ലേ. ഐസരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛശാന്തമാം ആത്മഹൃദത്തിൻ അഗാധതയിലെന്നെയും. ഐസരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛശാന്തമാം ആത്മഹൃദത്തിൻ അഗാധതയിലെന്നെയും. ഉദയഗിരിയിൽ സൂര്യനണയുന്നു, പിന്നെയും കുഞ്ഞിദ്രമാകുന്നു മന്ദാരപുഷ്പങ്ങൾ. ഐസരയൂ കൈക്കൊള്ളുക നിൻ സ്വച്ഛ ശാന്തമാം ആത്മഹൃദത്തിൻ അഗാധതയിൽ എന്നെയും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ബൈ.